ഗ്രീൻ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലീസ് സംരക്ഷണം തന്നാലും നമ്മളാരും സുരക്ഷിതരല്ല. കാരണം പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ് കാരണം. മുകൾ തലപ്പത്ത് അഴിമതിക്കാരായ പോലീസുകാരിരിക്കുമ്പോഴേക്ക് അവരെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെ വിവാദങ്ങൾ നിൽക്കുമ്പോൾ, ഇതിനു മുമ്പും വളരെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ആരംഭിച്ചു കഴിഞ്ഞു. ADGPക്കോ ക്രമസമാധാനമുള്ള ADGPക്ക് ഇതൊന്നും അന്വേഷിക്കേണ്ട സമയമല്ല. അദ്ദേഹത്തിന് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കീഴുദ്യോഗസ്ഥന്മാർക്ക് ക്രമസമാധാന ചുമതല നടത്തി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് അവരെ ഓൺലൈൻ മീറ്റിംഗ് നടത്തി കാര്യങ്ങൾ സുഷ്കാന്തികൾ പ്രവർത്തിപ്പിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല. ഏനാത്ത് പോലീസ് സ്റ്റേഷനിൻ്റെ പരിധിയിലുള്ള കുണ്ടോവട്ടത്ത് മലനട എന്ന സ്ഥലത്ത് കടമ്പനാട് പഞ്ചായത്തിൽ ജോൺ ജേക്കബിൻ്റെ മരണമുണ്ടായി. അത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒരു കലയുടെ ബെഡ്റൂമിലാണ് അയാളുടെ മരണം സംഭവിച്ചത്. ആ മരണത്തിന് ദുരൂഹതയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ അത് അന്വേഷണം ശക്തമാക്കാൻ റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി അതിലെ 5 പേരെ പോളിഗ്രാഫ് ടെസ്റ്റിന് അടൂർ കോടതി നോട്ടീസ് കൊടുത്തേക്കാണ്. ഈ VJ കല, വിദ്യാധരൻ, സുധാകരൻ, ഒരു സുരേന്ദ്രൻ, ഇങ്ങനെയുള്ളവരെ ബന്ധപ്പെടുത്തി നോട്ടീസ് കൊടുത്തേക്കുക. അത് സംശയമാണ്, അതൊരു ദുരൂഹതമായ മരണമാണ് ഈ ബെഡ്റൂമിനകത്ത് നടന്നിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് പലർക്കും അറിയാം. ആക്ഷൻ കൗൺസിൽ എടുത്തു, അതിൻ്റെ പേരിൽ പ്രസംഗിച്ചു. ആക്ഷൻ കൗൺസിലിൽ പ്രസംഗിച്ചു കളഞ്ഞു എന്ന ഒറ്റ വൈരാഗ്യത്തിൽ എൻ്റെ വീട് കയറി ആക്രമണം. 4-ാം മാസമാണ് സംഭവം. അന്ന് തൊട്ട് പരാതി കൊടുക്കുക DGPക്കും ബാക്കി എല്ലാവർക്കും. പ്രൊട്ടക്ഷൻ അതിനുശേഷം അനുവദിച്ചു. കേസില്ല, ഒന്നുമില്ല. അതിനുശേഷം FIR എടുത്തു. FIRൽ 308 ഇട്ടു. ഈ കല, വിദ്യാധരൻ, വിജീഷ്, സുധാകരൻ്റെ മകൻ, ഒരു വൈശാഖ് എന്നിവരെ പ്രതിയാക്കിയാണ് കേസെടുത്തത്. പക്ഷെ ഇന്നലെ രാവിലെ ശൂർനാട് പോലീസ് സ്റ്റേഷനിൽ ഈ 308 പ്രതികളെ കല, സുധാകരൻ, വിദ്യാധരൻ, ഒരു സുരേഷ് എന്നുള്ളവരെ 4 പേരെയും വിളിച്ചു വരുത്തി തൊട്ട് തലോടിയാണ് വിട്ടത്. കാരണം അവർക്ക് റിമാൻഡ് അപ്പോൾ കൊടുക്കാൻ പറ്റും, റിമാൻഡ് അപേക്ഷ ഇപ്പം കൊടുക്കാൻ പറ്റില്ല, പെട്ടെന്ന് ജാമ്യം വാങ്ങിച്ചു കളയും. അതുകൊണ്ട് ഒരു 40 ദിവസം അകത്തിടുകയാണെങ്കിൽ, ഇടാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ലത്. അതനുസരിച്ച് എവിഡൻസ് കൂടെ എടുത്തു വെച്ചിട്ട് നമുക്ക് റിമാൻഡ് ചെയ്ത് കളയാമെന്നാണ് പറഞ്ഞത്. SP വിളിച്ചപ്പോൾ SP പറയുന്നത് SHOടൊക്കെ സംസാരിച്ചാൽ മതി. കാരണം കൊട്ടാരക്കര SP എന്തിനാണ് ഇരിക്കുന്നത്? DYSP പറയുന്നത് എന്നെ നിയമം പഠിപ്പിക്കേണ്ട, ഞാൻ പഠിച്ചോളാം, എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പാവങ്ങളെ എവിടെന്നെങ്കിലും എടുത്തുകൊണ്ടിട്ട് ഉടൻ പിന്നെ മൊഴിയും എടുത്ത് തിരിച്ചു വിടുന്ന സ്വഭാവമുണ്ടോ? ആരെങ്കിലും അങ്ങനെ മൊഴിയെടുത്ത് വിട്ട ചരിത്രമുണ്ടോ? 302 കത്തി കൊണ്ട് കുത്തിയ പ്രതിയാണെങ്കിലും DYSPയുടെ അഭിപ്രായത്ത് പിന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്ത് വിടാം ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക്. കേസ് വേണ്ടെങ്കിൽ വേണ്ട, കേസ് എടുത്തില്ലെങ്കിൽ വേണ്ട. പിന്നെ ഈ പ്രതികളെല്ലാം ഇന്നലെ രാത്രി തൊട്ട് എൻ്റെ നേരെ വധഭീഷണി മുഴക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നു. ഇനി കൊന്നിട്ടേ പോകും. ഇതിനാരുത്തരം പറയും? ഇനി വകവരുത്തിയിട്ടേ പോകും. അത്രയും ക്രിമിനലാണ്. അടുത്ത കാലത്ത് അവിടെ ഒരു അമ്പലത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെല്ലാവരും കൂടെ 80 വയസ്സായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയെ അവശയാക്കി ഏനാത്ത് പോലീസ് സ്റ്റേഷനിൽ കേസ് കിടക്കുകയാണത്. ഇങ്ങനെ ദിവസേന ഗുണ്ടായുസം നടത്തുന്ന പ്രതികളെ വിളിച്ചു വരുത്തിയിട്ട് അവരെ തൊട്ട് തലോടി വിടുകയാണ്. അതിന് പോലീസ് ഓഫീസർമാർ സപ്പോർട്ടാണ്. ഞാൻ ഇന്നലെ SP വിളിച്ചു, DGPയുടെ ഓഫീസിൽ വിളിച്ചു, IG സംസാരിച്ചു, DYSP വിളിച്ചു, SHO വിളിച്ചു, എല്ലാവരെയും വിളിച്ചു, ബന്ധപ്പെട്ടു. എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഈ പോലീസ് ഓഫീസർമാരായിരിക്കും. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ദേവൻ രാമേന്ദ്രൻ എനിക്കെന്ന പോലീസ് സംരക്ഷണം നിലനിൽക്കെ 308 പ്രതികളെ വിളിച്ചു വരുത്തി തിരിച്ച് റിമാൻഡ് ചെയ്യാതെ വീടുകളിലേക്ക് പറഞ്ഞയച്ച് അവരെ വീണ്ടും വധശ്രമത്തിന് പറഞ്ഞയക്കുന്ന പോലീസ് ഓഫീസറുടെ മേലിൽ നടപടി ഉണ്ടാവുമോ ഇല്ലയോ എന്നാണ് എനിക്കറിയേണ്ടത്. അത് നിസാര പ്രതികളല്ല ഇവർ. എത്രയോ ആരോപണങ്ങളുണ്ടായി, എത്രയോ ക്രിമിനൽ കേസിലെ പ്രതികൾ.
ഇവരിങ്ങനെ വളർന്ന് പന്തലിച്ച് ഒരു ഗുണ്ടായുസം നടത്തി ഇവിടെ മുഴുവൻ ആധിപത്യം അവരെ കൈകളിലേക്ക് ഒതുക്കി വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി ഒരു കോൺട്രാക്ട് വർക്ക് നടത്തി അതിലെ കുറെ തൊഴിലാളികളെ വിട്ട് ഗുണ്ടായുസം നടത്തി കൊണ്ടുപോകുന്ന ഇവരെ ഏതവസ്ഥയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഇത് പരിശോധിക്കപ്പെടണം. ഞാനിന്ന് നിർബന്ധമായിട്ടും DGP മറ്റുള്ളവരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്കറിയേണ്ടത് ഇവരെനിക്ക് എന്ത് സംരക്ഷണമാണ് തന്നിട്ടുള്ളത്, ഇനി എവിഡൻസ് എന്താണ് ഉണ്ടാക്കി. പോലീസ് എവിഡൻസ് എടുത്തില്ല, എവിഡൻസിൽ കേസ് 308 പ്രതികളല്ലെങ്കിൽ അവരെ പ്രതിയല്ലാന്ന് മോചിപ്പിച്ചെങ്കിൽ വിടട്ടെ, കേസ് വേണ്ട. ഒരു കുബേര ഉൾപ്പെടുത്തി ഒരാളിനെ അറസ്റ്റ് ചെയ്തു. കേരളത്തിന്റെ അകത്ത് അയാളുടെ പേരിൽ 3 കേസുണ്ട്. ഈ 3 കേസ് റിമാൻഡ് അപേക്ഷയിലില്ല. അയാൾ 12ാമത്തെ ദിവസം ജാമ്യം വായിച്ച് പുറത്തിറങ്ങി. ഇതേതവസ്ഥയിൽ തീരും കാര്യം? ശക്തമായിട്ട് മുമ്പോട്ട് പോകും. എന്ത് സംഭവിച്ചാലും എൻ്റെ ഉത്തരവാദിത്തം പോലീസിനായിരിക്കും. 2 പോലീസ് സംരക്ഷണ ഉത്തരവുകൾ നിലനിൽക്കുന്ന എനിക്കും എൻ്റെ കുടുംബത്തിനും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ ഉത്തരവാദിത്തം പറഞ്ഞിരിക്കും. എത്രയും പെട്ടെന്ന് ഈ പ്രതികളെ അത്രയും കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ കൊടുത്ത് റിമാൻഡ് ചെയ്ത് അതനുസരിച്ച് നടപടികളുമായിട്ട് മുമ്പോട്ട് പോയില്ല എങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാവും.